നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. വൈദ്യുതി ഉപയോഗവും കുതിക്കുന്നു. വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷനോട് അനുവാദം തേടി KSEB. 250 മെഗാവാട്ട് വാങ്ങുക അധിക നിരക്കിൽ. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റു വീണ്ടും മരണം. കിളിമാനൂരിൽ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. സുധർമ്മയ്ക്ക് കടിയേറ്റത് വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ച്. തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരൻ മരിച്ചത് പാമ്പിൻ വിഷം ഉള്ളിൽ ചെന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സഹോദരൻ അനോഷ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. ശസ്ത്രക്രിയകളിൽ ആരോഗ്യവകുപ്പിന്റെ പുതിയ മാർഗരേഖ. രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കണം. ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണം. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം. കൊല്ലം ജില്ലാ ആശുപത്രി ജീവനക്കാരന്റെ തലക്കടിച്ച് രോഗി. വയനാട്ടിലെ വീട് പരിശോധനയിലെ ട്രോളുകൾക്ക് മറുപടിയുമായി മന്ത്രി K. രാജൻ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന പരിഹാസം കേൾക്കുമ്പോൾ ആത്മാഭിമാനം മാത്രം. തൃശ്ശൂരിൽ ഒരു പണിക്കാരനെ കിട്ടി വാർത്തപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. വീടുകളിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക പരിശോധന നടത്തുമെന്നും മന്ത്രി. തമിഴ്നാട്ടിലെ വിരുദനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ അപകടത്തിൽ മരണം 25ആയി. 6 പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. പടക്കശാല ഉടമ ഒളിവിൽ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്ന് കണ്ടെത്തൽ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധാന്തരീക്ഷം. സമാധാന ചർച്ചകൾ തുലാസിൽ. ചർച്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഇറാൻ. ഒമാൻ കടലിൽ ഇറാൻ കപ്പൽ വെടിവെച്ചു പിടിച്ചെടുത്തു. ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിൽ. ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരും. വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ചർച്ച ചെയ്യും. ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായുള്ള നിർണായക യോഗം മൂന്നാറിൽ. തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടിയിലും പാറമേക്കാവിലും പൂരലഹരി. ആനച്ചമയ പ്രദർശനത്തിന് 24 തുടക്കം. പൂരം 26-ന്. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം. വനിതാ സംവരണ ബിൽ മുതൽ വികസനം വരെ പ്രചാരണ വിഷയം. 200-ലധികം സീറ്റുകൾ നേടുമെന്ന് MK സ്റ്റാലിൻ. അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം പ്രചാരണത്തിനെത്തി രാഹുൽ ഗാന്ധി. വിജയുടെ റാലി പൊന്നേരിയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചൂട് കടുത്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും കുതിക്കുകയാണ്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം രേഖപ്പെടുത്തിയതോടെ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷനോട് KSEB അനുമതി തേടി. അധിക നിരക്കിൽ വാങ്ങാനാണ് നീക്കം. സംസ്ഥാനത്ത് വേനൽ ചൂട് വർദ്ധിച്ചതോടുകൂടി സർവകാല റെക്കോർഡിലാണ് ഇപ്പോൾ വൈദ്യുതി ഉപഭോഗവും മറ്റും. അതുകൊണ്ട് തന്നെ KSEB വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. മാത്രമല്ല, പീക്ക് സമയങ്ങളിൽ 6000 മെഗാവാട്ടിന് മുകളിൽ വരെ ഇപ്പോൾ വൈദ്യുതി ഉപഭോഗം കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 6033 മെഗാവാട്ടാണ്. സർവകാല റെക്കോർഡാണ് കഴിഞ്ഞ ദിവസം പീക്ക് ടൈമിൽ ഉണ്ടായിട്ടുള്ള വൈദ്യുതി ഉപഭോഗം. ഇതോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 6300 പീക്ക് സമയങ്ങളിൽ KSEBക്ക് താങ്ങാൻ കഴിയുന്ന പരമാവധി ഉപഭോഗ നിരക്ക്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ KSEBയുടെ സംവിധാനങ്ങൾക്ക് അത് താങ്ങാനുള്ള കരുത്തുമില്ല. ഒപ്പം തന്നെ വൈദ്യുതി പ്രതിസന്ധി വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ജനങ്ങൾക്കും ഉണ്ടാക്കുന്നുണ്ട്. കാരണം അപ്രഖ്യാപിതമായിട്ടുള്ള ലോഡ് ഷെഡിംഗ് അടക്കം ഇപ്പോൾ സംസ്ഥാനത്തെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അരമണിക്കൂറോളം ഇത്തരത്തിൽ കറണ്ട് പോകുന്നതടക്കം നിത്യസംഭവമായ ചില പ്രദേശങ്ങളുമുണ്ട്. ഇത് പ്രധാനമായും നടക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പരമാവധി ശേഷിക്ക് അപ്പുറത്തേക്ക് ഈ ഒരു ഉപഭോഗം വരുന്നത്, പീക്ക് സമയങ്ങളിൽ വരുന്നത് KSEBയുടെ പല സിസ്റ്റങ്ങളും തകരാറാവുകയും ഡ്രിപ്പാവാനടക്കം കാരണമാവുകയാണ്. അതുവഴിയാണ് ഈ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് നേരിടുന്നതാണ് വൈദ്യുതി മന്ത്രി അടക്കം പ്രതികരിച്ചിരുന്നത്. ഇങ്ങനെ പ്രതിസന്ധി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. പുറമേ നിന്നും വൈദ്യുതി വാങ്ങുന്ന ഒരു നീക്കം KSEBയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. കാരണം പവർ ഗ്രിഡിൽ നിന്നും താൽക്കാലികമായി കൂടുതൽ വൈദ്യുതി വാങ്ങുക എന്നത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കൂടിയ നിരക്കിൽ പുറത്തു നിന്നും വൈദ്യുതി വാങ്ങാനാണ് ഇപ്പോൾ നീക്കം. അതിൻ്റെ ഭാഗമായി ഈ മാസം 22-ന് നിർണായകമായ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമായിരിക്കും ഇലക്ട്രിസിറ്റി പുറമേ നിന്നും വാങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടാവുക. എന്തുതന്നെയായാലും പീക്ക് സമയങ്ങളിൽ, അതായത്
വൈകുന്നേരങ്ങളും രാത്രികളിലും അടക്കം അനാവശ്യമായ വൈദ്യുതി ഉപഭോഗം ഒഴിവാക്കണമെന്നാണ് KSEB ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അല്ല എങ്കിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് അടക്കം കടക്കേണ്ടി വരും. ഈ ഒരു ഇലക്ഷൻ കാലഘട്ടമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കാനാണ് സർക്കാരിൻ്റെ പ്രധാനമായും നീക്കം. അങ്ങനെ ഒരു ഇതിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷത്തോളമായിട്ടുള്ള ഒരു വലിയൊരു നേട്ടത്തെ കോട്ടം തട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റു മരിച്ച സംഭവത്തിൽ മരണകാരണം വിഷം ഉള്ളിൽ ചെന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോടാലി സ്വദേശി സിൽജോയുടെ മകൻ ആൽജോ ആണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൊടുങ്ങ സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലാണ് സംസ്കാരം. പാമ്പ് കടിയേറ്റ സഹോദരൻ ആനോഷ് ഗുരുതരാവസ്ഥയിലാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ പാമ്പ് കടിയേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാരേറ്റ് പേടികുളം സ്വദേശി സുധർമ്മ 75 വയസ്സാണ് മരിച്ചത്. വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ച് പാമ്പ് കടിയേറ്റ് ഏൽക്കുകയായിരുന്നു. കുഴഞ്ഞു വീണ സുധർമ്മയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലതുകാലിനാണ് സുധർമ്മയ്ക്ക് കടിയേറ്റത്. കടിച്ച പാമ്പ് ഏതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ശസ്ത്രക്രിയാ പിഴവിൽ മാർഗരേഖ പുറത്തിറക്കിയ ആരോഗ്യവകുപ്പ്. രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കണമെന്നും ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണമെന്നും മാർഗരേഖയിൽ പറയുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ചെറുതും വലുതുമായ എല്ലാ ശസ്ത്രക്രിയകൾക്കും മാർഗനിർദ്ദേശം ബാധകമാണ്. ഇതിനിടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരന്റെ തലക്കടിച്ച് രോഗി. നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് ബാബുവിനാണ് അടിയേറ്റത്. ശ്വാസം മുട്ടലായി വന്ന സെബാസ്റ്റ്യനാണ് ആക്രമിച്ചത്. ICUയിൽ വെച്ചായിരുന്നു സംഭവം. തലയ്ക്ക് പരിക്കേറ്റ സുരേഷ് ബാബുവിന്റെ കഴുത്തിന് പൊട്ടലുമുണ്ട്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. കൊല്ലം ജില്ലാ ആശുപത്രിക്കുള്ളിൽ വെച്ചാണ്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ കുരിപ്പുഴ സ്വദേശിയായ സെബാസ്റ്റ്യനാണ് അവിടുത്തെ ജീവനക്കാരനെ മർദ്ദിച്ചത്. സുരേഷ് ബാബുവിനാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. ICUയിൽ വെച്ചായിരുന്നു. പനിയും ജലദോഷവും അതുപോലെ തന്നെ ശ്വാസം മുട്ടിനെ തുടർന്നാണ് സെബാസ്റ്റ്യൻ ചികിത്സ തേടി എത്തിയത്. ICUയിൽ വെച്ച് ട്രിപ്പ് ഇടുന്ന സ്റ്റാൻഡ് ഉപയോഗിച്ച് സുരേഷ് ബാബുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സുരേഷ് ബാബു നഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. രോഗിയെ ചികിത്സിക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു പ്രകോപനപരമായൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായത്. അതിക്രൂരമായി മർദ്ദനമേറ്റു എന്നുള്ളതാണ്. കഴുത്തിനും നെറ്റിക്കും വലിയ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. തലയിൽ വലിയ കെട്ട്, അതുപോലെ കഴുത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചികിത്സ തേടിയെത്തിയ രോഗി ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. സെബാസ്റ്റ്യന് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് സെബാസ്റ്റ്യൻ്റെ ബന്ധുക്കൾ ആശുപത്രി അധികൃതരെ അറിയിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ആശുപത്രിയിലെ ഹെഡ് പോസ്റ്റ് ജീവനക്കാരെല്ലാം തന്നെ സ്ഥലത്തെത്തുകയും പോലീസ് ഇരുവരുടെയും മെഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇത്തരത്തിലുള്ളൊരു പ്രകോപനപരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുന്നുമുണ്ട്. എന്തായാലും ആശുപത്രി ജീവനക്കാർക്ക് ആശുപത്രിക്കുള്ളിൽ വെച്ച് പോലും സുരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി തന്നെ ഈ ഒരു സംഭവം മാറുന്നു എന്നുള്ളതാണ്. സുനീഷ്, ന്യൂസ് 18 കൊല്ലം. വയനാട് ടൗൺഷിപ്പിൽ വിള്ളൽ കണ്ടെത്തിയ വീടുകളിലെ പരിശോധന നടത്തിയതിലെ പ്രതിപക്ഷ പരിഹാസത്തിൽ മറുപടിയുമായി മന്ത്രി K. രാജൻ. കൂലിപ്പണിക്കാരൻ എന്ന ഉപമയിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ. കൂലിപ്പണിക്കാരൻ്റെ വേദന തനിക്കറിയാം. താൻ തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധിയാണ്. പരാതി പറഞ്ഞ നൗഫലിനെ ആരും ഒരു തരത്തിലും വേദനിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. കൂലിപ്പണിക്കാരൻ രാജൻ തൃശ്ശൂരിൽ ഒരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. PC ജോഷിയുടെയും രാജേഷ് റാവുവിന്റെയും P. കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ അടങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ആ കൂലിപ്പണിക്കാരന്റെ ഹൃദയവികാരങ്ങളും വേദനകളും അറിയുന്ന തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ വേദനകൾ അറിയുന്ന ഒരു മണ്ണിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിമാനകരമായിട്ടുള്ള ഒരു സമ്മാനമായി സുഹൃത്തുക്കളിൽ നിന്ന് അത് ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നു.
അതേസമയം ടൗൺഷിപ്പിലെ വീടുകളിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക പരിശോധന നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളിൽ വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി. പരിശോധനയിൽ 2 വീടുകളിൽ വെള്ളം കിണിഞ്ഞത് കണ്ടെത്തി. അവിടെയാണ് എഞ്ചിനീയർമാർ മാർക്ക് ചെയ്തത്. അതിനെ വിള്ളലായി ചിത്രീകരിക്കുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സാധാരണ നിലയിൽ നമ്മുടെ വീടുകളൊന്നും നിർമ്മിക്കുമ്പോൾ കാണാത്ത വിധത്തിലൊരു വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ പറഞ്ഞിരുന്നു. വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തണം എന്ന് നിശ്ചയിച്ചത് ഋതുക്കളില്ലാത്ത വിധം അല്ലെങ്കിൽ കാലാവസ്ഥ വ്യത്യാസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉറപ്പ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി കൂടിയായിരുന്നു. വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിർമ്മിക്കപ്പെട്ട വീടിൻ്റെ ടെറസിൽ 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തും. അങ്ങനെ വെള്ളം കെട്ടി നിർത്തിയ സ്ഥലത്ത് ടെറസിൽ നിന്ന് തന്നെ വെള്ളം ഏതെങ്കിലും വിധത്തിൽ ലീക്കായി താഴത്തേക്ക് പോകുന്നുണ്ടോ എന്ന് കണ്ടാൽ അത് നോട്ട് ചെയ്ത് അതിന് മുകളിലുള്ള ടെറസിന്റെ ഭാഗത്ത് സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് നടത്തും. എപ്പോക്സി ട്രീറ്റ്മെന്റ് നടത്തി അത് ഏതെങ്കിലും വിധത്തിൽ വെള്ളം ലീക്ക് ചെയ്തില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും അവിടെ തന്നെ വെള്ളം കെട്ടി 24 മണിക്കൂർ നിർത്തും. വെള്ളം തിരിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ വീണ്ടും അവിടെ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന സ്വിമ്മിംഗ് പൂളിന് പോലും നടത്തുന്ന വിധത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് നടത്തും. വാട്ടർ പ്രൂഫിംഗ് നടത്തിയിട്ടും അതിൻ്റെ മുകളിൽ 2 മുതൽ 7 സെന്റിമീറ്റർ വരെ കനത്തിൽ സ്ക്രീഡ് കോൺക്രീറ്റിംഗ് നടത്തും. പിന്നീട് ഒരു ചോർച്ചയും ബലക്ഷണവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ചൂരൽമല ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് വീണ്ടും ഒരു മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ മന്ത്രി കെ രാജന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. അതായത് ഈ ഒരു ചോർച്ച രേഖ കണ്ടെത്തുകയും, അതായത് ടൗൺഷിപ്പിലെ ഒരു വീടിന് വിള്ളലുണ്ടെന്ന ഒരു വാർത്തയായിരുന്നു ആദ്യം വന്നത്. പക്ഷേ അത് വിള്ളലല്ല, ചെറിയ രീതിയിലുള്ള ചോർച്ചയായിരുന്നു. വാട്ടർ പോണ്ടിംഗ് അടക്കമുള്ള ടെസ്റ്റുകൾ നടത്തിയ സമയത്തുണ്ടായിരുന്ന ഒരു ഭാഗം, അതായത് ചോർച്ച കണ്ട ഭാഗം പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തതായിരുന്നു എന്നാണ് മന്ത്രി കെ രാജൻ അവിടേക്ക് എത്തുകയും ഫർണിച്ചറിന് മുകളിൽ കയറിയിരുന്ന അത് മായ്ച്ചുകൊണ്ട് തന്നെയായിരുന്നു ദൃശ്യങ്ങളിലൂടെ അദ്ദേഹം അത് വ്യക്തമാക്കിയത്. പക്ഷേ അതിനുശേഷവും സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ചോർച്ചയാണ്, പല വീടുകൾക്കും ചോർച്ച നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള. പക്ഷേ അതെല്ലാം പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമാണ് മന്ത്രി കെ രാജൻ ഇന്ന് നടത്തിയത്. അതായത് എന്ത് തരം ചോർച്ചയുണ്ടെങ്കിലും, അതായത് ഇപ്പോൾ നടത്തിയ വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റുകളിൽ 2 വീടുകൾക്ക് ചോർച്ച കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏത് വിധേനയും പരിഹരിച്ചുകൊണ്ട് മാത്രമായിരിക്കും വീടുകൾ കൈമാറുക. എന്ത് അറ്റകുറ്റപ്പണികൾ വേണമെങ്കിലും, അതായത് എന്ത് തകരാറുണ്ടെങ്കിൽ പോലും അത് പരിഹരിച്ച് നൽകാനുള്ള രീതിയിലുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് വയനാട് നിവാസികൾക്ക്, അതായത് ഈ ഒരു ദുരന്ത ബാധിതർക്കടക്കം നൽകിയ ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾ, ഈ നൗഫൽ എന്നൊരാളുടെ വീട്ടിലായിരുന്നു ഈ ഒരു ചോർച്ചയടക്കം കണ്ടെത്തിയത്. അദ്ദേഹത്തെ അടക്കം ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു പ്രതിരോധം സൃഷ്ടിച്ചത്. എന്തുതന്നെയായാലും ഒരു സ്വപ്ന പദ്ധതി തെരഞ്ഞെടുപ്പിലും മറ്റും വലിയ രീതിയിൽ PR വർക്കിനുമൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം ഉപയോഗിച്ചൊരു വസ്തുതയാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു പുനരധിവാസം കേരളത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണമേന്മ ഒട്ടും കുറയാത്ത രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൽ വരുന്ന വിവാദങ്ങൾക്ക് കൃത്യമായി പ്രതിരോധം തീർക്കുക എന്നതിന്റെ ഭാഗമായിരുന്നു ഇന്ന് മന്ത്രി കെ രാജന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായത്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ വിരുദനഗറിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ അപകടത്തിൽ മരണം 25ആയി. 6 പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. മരിച്ചവരിൽ 4 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പടക്കശാല ഉടമ മുത്തുമാണിക്യം ഒളിവിലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്തതാണ് സ്ഫോടനത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. മധുര തിരുനെൽവേലി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 14-അംഗ വിദഗ്ധ സംഘമാണ് അതിവേഗം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. മരിച്ച 16 പേരെ തിരിച്ചറിഞ്ഞു. മറ്റുള്ളവരെ തിരിച്ചറിയാൻ പരിശോധനകൾ തുടരുകയാണ്. കെട്ടിടത്തിന്റെ വരാന്തയിലാണ് ആദ്യം സ്ഫോടനമുണ്ടായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. പടക്ക നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ കൈകാര്യം ചെയ്തിരുന്നത് ഇവിടെയാണ്. വീര്യം കൂടിയ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഫാൻസി പടക്കങ്ങൾ നിർമ്മിക്കവെയാണ് അപകടം. 10-ലധികം മുറികളുള്ള കെട്ടിടത്തിലെ 4 മുറികൾ പൂർണ്ണമായി തകർന്നു. സ്ഫോടനത്തിന്റെ പ്രകമ്പനം കിലോമീറ്ററുകൾ അപ്പുറം വരെ അനുഭവപ്പെട്ടു. ലൈസൻസ് ഉണ്ടെങ്കിലും കൊടുംവേനലിൽ പടക്കമുണ്ടാക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് തിരിച്ചടിയായി. ചൂടുകാലത്ത് രാവിലെ 11-ന് മുൻപ് ജോലികൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഒരു സമയം 12 തൊഴിലാളികൾക്ക് ജോലി ചെയ്യേണ്ടിടത്ത് 50 പേരുണ്ടായിരുന്നു. ഇതും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. പടക്കശാല ഉടമ മുത്തുമാണിക്യം ഇപ്പോഴും ഒളിവിലാണ്. വൈകിട്ട് 7 മണിയോടെ ഉണ്ടായ തുടർ സ്ഫോടനങ്ങളിൽ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്കും 3 സന്നദ്ധ പ്രവർത്തകർക്കും പൊള്ളലുണ്ട്. സ്ഥലത്തുണ്ടായിരുന്ന ജില്ലാ കളക്ടർ സുഖപുത്ര തലനാരിഴയ്ക്കാണ് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു.
പരുക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകും. വിരുദുനഗറിൽ മാത്രം 1100 പടക്ക നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്നുവെന്നാണ് കണക്ക്. 2005 മാത്രം 16 അപകടങ്ങളിൽ 37 പേർ മരിച്ചിരുന്നു. ഈ വർഷം 33 പേർ മരിച്ചെന്നാണ് കണക്ക്. 5 വർഷത്തിനിടെ പടക്കശാല അപകടത്തിൽ 175 പേർക്കാണ് ജീവൻ നഷ്ടമായത്. വിരുദുനഗറിലെ വെമ്പായിക്കോട്ടയിലും ദിവസങ്ങൾക്ക് മുൻപ് സമാന അപകടമുണ്ടായി 4 പേർ മരിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിനായി ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിൽ. മൂന്നാറിൽ ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരും. ഇരു രാജ്യങ്ങളും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ചർച്ച ചെയ്യും. 50-ലധികം വാഹനങ്ങളാണ് കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ നുംകൂറിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഭൂട്ടാൻ കസ്റ്റംസും ഇന്ത്യൻ കസ്റ്റംസും തമ്മിലുള്ള ഒരു സംയുക്ത യോഗം ചേരുന്നത്. മൂന്നാറിലാണ് ഈ യോഗം ചേരുന്നത്. യോഗം തുടങ്ങിയിരിക്കുന്നു. രണ്ട് രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനമായും തന്നെ എത്രത്തോളം വാഹനങ്ങൾ ഇവിടേക്ക് കടത്തിക്കൊണ്ടുവന്നു എന്നത് സംബന്ധിച്ച് വിശദമായൊരു പഠനം ഇന്ത്യൻ കസ്റ്റംസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം നികുതി വെട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊരു കുറ്റകരമായൊരു പ്രവണത വർദ്ധിച്ചു വരുന്നു, നാളുകളായി നിലനിൽക്കുന്നു, എങ്ങനെയാണ് ഈ സർക്കാർ സംവിധാനങ്ങളെ അടക്കം രണ്ട് രാജ്യങ്ങളിലെയും സർക്കാർ സംവിധാനങ്ങളെ അടക്കം ഇത്ര വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതെല്ലാം തന്നെ മനസ്സിലാക്കലാണ്, വിശകലനം ചെയ്യലാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. കേരളത്തിൽ മാത്രം ഈ അടുത്തിടെ നടന്ന പരിശോധന കൊണ്ട് മാത്രം ഏതാണ്ട് 50-ലധികം വാഹനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു സംസ്ഥാനത്തെ മാത്രമാണ്. രാജ്യത്തെ മൊത്തം കണക്കെടുക്കുമ്പോൾ അതൊരു ഞെട്ടിപ്പിക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് എത്തിക്കുക, ഭൂട്ടാനിൽ നിന്ന് കണ്ടം ചെയ്യുന്ന വാഹനങ്ങൾ അത് ചുരുങ്ങിയ വിലയ്ക്ക് പിടിച്ച് ഇന്ത്യയിലേക്ക് അസം വഴിയുള്ള അതുപോലുള്ള മേഖലകളിലൂടെ തന്നെ അരുണാചൽ പ്രദേശ്, അസം തുടങ്ങിയ മേഖലകളിലൂടെ മറ്റ് ഇന്ത്യയുടെ തന്നെ വിവിധ മേഖലകളിലേക്ക് എത്തിക്കുക, അത് ആവശ്യമായ ഓൾട്ടർ വർക്കുകളെല്ലാം ചെയ്തുകൊണ്ട് അത് കൂടിയ വിലയ്ക്ക് രാജ്യത്തെ തന്നെയും അറിയപ്പെടുന്ന ആളുകളിലേക്ക് തന്നെ എത്തിക്കുക. ഈ സ്പോർട്സ് വാഹനങ്ങളോടക്കം കമ്പമുള്ള വിൻറ്റേജ് വാഹനങ്ങളോട് കമ്പമുള്ളവർ അവരുടെ എല്ലാം തന്നെ ആ ഗ്യാരേജുകളിലേക്ക് ഇത്തരം വാഹനങ്ങൾ എത്തിക്കുന്നതിന് അതിവിപുലമായ സംവിധാനങ്ങൾ ഈ ഒരു ശൃംഖലയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അത് കൃത്യമായ രീതിയിൽ തന്നെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. നികുതി വെട്ടിക്കൽ തടയുക എന്നതിനൊപ്പം തന്നെയാണ് മറ്റു രീതിയിലേക്ക്, രാജ്യദ്രോഹപരമായ മറ്റു രീതിയിലേക്കെല്ലാം തന്നെ ഇതിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളിലെ സംയുക്ത അന്വേഷണ സംഘത്തിൻ്റെ ഒരു ടീം യോഗം ചേരാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും യോഗത്തിൻ്റെ ഒരു നടപടികൾ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓപ്പറേഷൻ നുംകൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും കൈമാറുക, അതോടൊപ്പം തന്നെ ഭൂട്ടാനിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഇത് തടയുന്നതിന് അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ എന്ത് വിവരങ്ങളാണ് ഭൂട്ടാൻ സർക്കാരിൻ്റെ കൈവശമുള്ളത്, ബന്ധപ്പെട്ട വകുപ്പുകളുടെ കൈവശമുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ വിശകലനം ചെയ്തു പോകുക എന്നതെല്ലാം തന്നെ ഈ യോഗത്തിൻ്റെ ലക്ഷ്യമായിട്ട് കരുതപ്പെടുന്നു. ഏതായാലും യോഗം ആരംഭിച്ചിരിക്കുന്നു. US ഇറാൻ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ പരാജയപ്പെടാൻ സാധ്യത. അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിലേക്ക് തിരിച്ചെങ്കിലും ഇറാൻ സന്നദ്ധത അറിയിച്ചിട്ടില്ല. ഇറാനിയൻ കപ്പൽ US ആക്രമിച്ച് പിടിച്ചെടുത്താണ് ചർച്ചകൾ സുലാസിലാകാൻ കാരണം. ഇതോടെ തങ്ങൾ പിന്മാറുന്നതായും യുദ്ധത്തിൽ തയ്യാറാകണമെന്നും ഇറാൻ വ്യക്തമാക്കി. ഇതിനിടെ അമേരിക്കയ്ക്ക് സ്വീകാര്യമായ ഒരു കരാറിൽ എത്തിച്ചേരാൻ തയ്യാറായില്ലെങ്കിൽ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ലെബനനിൽ വെടിനിർത്തൽ നിൽക്കുമ്പോഴും സംഘർഷം അവിടെയും തുടരുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണം ലെബനനിൽ പല സ്ഥലങ്ങളും ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ മറ്റന്നാളാണ്, ബുധനാഴ്ചയാണ് ഇസ്ലാമാബാദിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കേണ്ടത്. പക്ഷേ ഇറാൻ പങ്കെടുക്കാത്ത ഒരു ചർച്ചയ്ക്ക് ഒരടിസ്ഥാനവുമില്ല, ഒരു കാര്യവുമില്ല. മറ്റൊന്ന്, അമേരിക്കയും കാര്യങ്ങൾ കടുപ്പിക്കുന്നുണ്ട്. ഇറാന്റെ കപ്പലടക്കം പിടിച്ചെടുക്കുന്നുണ്ട്. ലെബനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണമുണ്ട്. അങ്ങനെ ആകപ്പാടെ വഷളാണ് ലോക സാഹചര്യങ്ങൾ. പാകിസ്ഥാനിലെ ചർച്ചകൾ അത് പൂർണ്ണമായിട്ടും ഏതാണ്ട് അനിശ്ചിതത്വത്തിൽ തന്നെ ആയിരിക്കുകയാണ്. കാരണം അമേരിക്കൻ സംഘം ഇതിനോടകം തന്നെ US നിന്ന് ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ പുലർച്ചെയോടെ സംഘം പാകിസ്ഥാനിൽ എത്തുമെന്നാണ് നമുക്ക് വിവരമുള്ളത്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതിനിധികളെ അയക്കുമെന്ന് അവർ യാതൊരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. ചില ഇറാനിയൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
കഴിഞ്ഞാൽ ഇറാനിയൻ ഉദ്യോഗസ്ഥർ പലരും ഇത്തരത്തിൽ ചർച്ചയിൽ നിന്ന് പിന്മാറിയതായി അറിയിക്കുന്നതായിട്ടാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി പറയുന്നത് തങ്ങൾ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നു, ഇനിയൊരു ചർച്ചയ്ക്ക് തങ്ങൾ സന്നദ്ധരല്ല. പാകിസ്ഥാനിലുള്ള ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ അതിന് US ആണ് ഉത്തരവാദികൾ എന്നെല്ലാമാണ് അബ്ബാസ് അറക്ചിയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന വരുന്നത്. അതുപോലെ IRGC തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ ഇത്രയധികം വഷളാകാൻ കാരണം US ഇറാന്റെ ഇറാന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തത് തന്നെയാണ്. ഇറാന്റെ ഏതാണ്ട് 900 അടി നീളമുള്ള കൂറ്റൻ ചരക്ക് കപ്പൽ തന്നെയാണ് US കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിൽ വെച്ച് പിടിച്ചെടുത്തത്. ഗൾഫ് ഓഫ് ഒമാൻ വഴി ഹോർമുസ് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഈ ഒരു കപ്പൽ US പിടിച്ചെടുത്തത്. ട്രംപ് തന്നെ ഇക്കാര്യം ട്രൂ സോഷ്യൽ വഴി വെളിപ്പെടുത്തുകയായിരുന്നു. ട്രംപ് അവകാശപ്പെടുന്നത് ഈ ഒരു കപ്പൽ ഹോർമുസ് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതുകൊണ്ട് തങ്ങളുടെ സെൻട്രൽ കമാൻഡ് ഫോഴ്സ് ഈ കപ്പലിന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി ഹോർമുസ് കടക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ അവർ അതിന് സന്നദ്ധരായിരുന്നില്ല. എന്നിട്ടും തുടർന്നും ഹോർമുസ് കടക്കാൻ ശ്രമിച്ചു. ഇതിനെ തുടർന്നാണ് തങ്ങൾ ഈ കപ്പലിലേക്ക് ആക്രമണം നടത്തി അത് പിടിച്ചെടുത്തത് എന്നാണ് ട്രംപ് പറയുന്നത്. ഈ ചരക്ക് കപ്പലിന്റെ എഞ്ചിൻ റൂം അടക്കം തകർത്തുകൊണ്ടാണ് നിലവിൽ ഈ കപ്പൽ US കസ്റ്റഡിയിലുള്ളത്. കപ്പലിൽ വിശദ പരിശോധന നടത്തുമെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ട്രംപിന്റെ മറ്റൊരു ഭീഷണി പോസ്റ്റ് കൂടി ട്രൂ സോഷ്യലിലുണ്ട്. അതായത് ട്രംപ് വ്യക്തമാക്കുന്നത് ഇറാൻ US-ന് സ്വീകാര്യമായിട്ടുള്ള ഒരു കരാറിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ ഇറാനിലുള്ള പവർ പ്ലാന്റുകളും പാലങ്ങളും ആക്രമിക്കും എന്നതാണ് ട്രംപിന്റെ ഒരു ഭീഷണി എന്ന് പറയുന്നത്. ഈ പോസ്റ്റിനോടൊപ്പം US-ന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ, അതായത് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ചർച്ചയെ സംബന്ധിച്ച് യാതൊരു സ്ഥിരീകരണവും ഉണ്ടാകുന്നില്ല. ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടതിന്റെ ഒരു ദേഷ്യത്തിൽ ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇറാനിൽ നിന്നുണ്ടാകുന്നത്. അതേസമയം ലെബനനിൽ ഇപ്പോഴും ഈ ആക്രമണങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 10 ദിവസത്തെ വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നത്. മേഖലയിൽ ആദ്യം ഒരു വെടിനിർത്തൽ കരാറിൽ ലംഘനമുണ്ടാക്കിയത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് തിരിച്ചാക്രമണം ഉണ്ടാകുന്നു. തുടർന്ന് ഇസ്രായേലിന്റെ 2 സൈനികരും അതുപോലെ UN പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു ഫ്രഞ്ച് സൈനികനും കൊല്ലപ്പെട്ടു. അങ്ങനെ ഇന്ന് മേഖലയിൽ സംഘർഷം അത് കൂടുതൽ കടുത്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടികൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നാളെ നടക്കാനിരിക്കുന്ന ലെബനൻ ഇസ്രായേൽ ചർച്ചയും ഒരു അനിശ്ചിതത്വത്തിലാണ്. ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സമാധാന കരാർ ഉണ്ടാകുമോ എന്നതും ചോദ്യചിഹ്നമാണ്. അപ്പോഴും അജയ്, ഈ പാകിസ്ഥാൻ നേതൃത്വത്തിൽ അനുരഞ്ജന ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇറാൻ പ്രധാനമന്ത്രി അടക്കം വിളിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ചർച്ചയ്ക്ക് വരണമെന്ന ആവശ്യമാണ് സ്വാഭാവികമായും മുന്നോട്ട് വച്ചിരിക്കുന്നത്. റഷ്യയുടെ മധ്യസ്ഥതയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇറാൻ പാർലമെന്റ് പോലും ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട് ഒരു നിയമം പാസ്സാക്കാൻ ഒരുങ്ങുന്നു. ഇസ്രായേൽ കപ്പലുകളെ അടക്കം കടത്തിവിടില്ല എന്ന് പറഞ്ഞ് അത് ഇനിയും കൂടുതൽ പ്രകോപനം ഉണ്ടാക്കാനല്ലേ സഹായിക്കൂ. 22-ന് ശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളതല്ലേ ഇപ്പോൾ ആശങ്കയായി ഉള്ളത്? തീർച്ചയായിട്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള മുൻ ധാരണയനുസരിച്ച് വെടിനിർത്തലിന്റെ കാലയളവ് അവസാനിക്കുന്നത് ഈ വരുന്ന ബുധനാഴ്ചയാണ്. അതിനുശേഷം എന്ത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ ചർച്ചകൾ എന്ന് നടക്കും എന്നതിനെ സംബന്ധിച്ചും ഇപ്പോൾ ഒരു കൃത്യമായ സ്ഥിരീകരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ആദ്യഘട്ടത്തിൽ ഈ ചർച്ചകൾ എന്ന് നടക്കുമെന്നതിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ കൃത്യമായ ഒരു തീയതി പറഞ്ഞിരുന്നു. അന്ന് തന്നെ ചർച്ചകൾ ആരംഭിക്കുകയടക്കം ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ കൃത്യമായി ഒരു തീയതിയും ഇക്കാര്യത്തിൽ അനൗൺസ് ചെയ്യുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ സമുദ്രത്തിൽ ഇറാന്റെ കപ്പലിന് നേരെ നടന്നിട്ടുള്ള ഈ ആക്രമണം അതിൽ പ്രതികരിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ പാർലമെന്റിൽ കൂടുതൽ നിയമങ്ങളടക്കം പാസാക്കാൻ പോകുന്നത്. ഈ നിയമം വഴി ഇസ്രായേൽ കപ്പലുകളെ ഹോർമുസിൽ പൂർണ്ണമായി നിരോധിക്കാനാണ് ഇറാനിയൻ നീക്കം. മാത്രമല്ല ശത്രുക്കളുടെ എല്ലാ കപ്പലുകൾക്കും ഈ പാർലമെന്റിന്റെ പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഹോർമുസ് കടക്കാൻ സാധിക്കൂ എന്നും ഈ പുതിയ നിയമം അനുസരിച്ച് പുതിയ നിയമം പാസാക്കുന്നതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ സമുദ്രം കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘർഷം തന്നെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഈ
ഹോർമുസ് കടലിടുക്കിലുള്ള US ഉപരോധം അവസാനിപ്പിക്കാത്തത് കാരണം തന്നെയാണ് ഇറാൻ മേഖലയിൽ കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും ഹോർമുസ് പൂർണ്ണമായി അടയ്ക്കുകയും ചെയ്തത്. അതുപോലെ ഈ വെടിനിർത്തൽ ലംഘിച്ചു എന്നുള്ള ആരോപണം ഇറാനെതിരെ അമേരിക്ക ഉന്നയിക്കുന്നുണ്ട്, അമേരിക്കയ്ക്കെതിരെ ഇറാനും ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പരസ്പരം പഴിചാരുന്ന ഒരവസ്ഥ കൂടി ഇപ്പോൾ സജീവമായി തന്നെ കാണാൻ സാധിക്കും. ഫ്രഞ്ച് അതുപോലെ തന്നെ UK കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തുകൊണ്ട് ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ അമേരിക്കൻ ഉപരോധത്തിലൂടെയും തങ്ങളുടെ കപ്പൽ ആക്രമിച്ചതിലൂടെയും അമേരിക്കയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതെന്നാണ് ഇറാന്റെ ഒരു വാദമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ തർക്കം സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഹോർമുസിന്റെ ഭാഗത്തു നിന്നുള്ള വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടു. ഈ ആണവ കരാർ സംബന്ധിച്ചുള്ള ഒരു സമവായം എത്തിയതുമില്ല. ലെബനന് നേരെ ഉള്ള ഒരു ആക്രമണം അത് ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു. അപ്പോൾ ലെബനന് നേരെ ആക്രമണം ഉണ്ടായതോടെ ഈ വ്യവസ്ഥയും തെറ്റിക്കപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ചർച്ചയുണ്ടാകുമോ എന്നുള്ളതിലൊരു നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ. എന്തായാലും മറ്റന്നാളാണ് ഈ വെടിനിർത്തലിന്റെ കാലയളവ് അവസാനിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുകയാണ്. ഇരു രാജ്യങ്ങളും അമേരിക്കയും ഇറാനും പ്രകോപനവുമായി രംഗത്തുണ്ട്. ഏത് തലത്തിലേക്ക് ഇത് മാറും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം. തമിഴ്നാട്ടിലും കർണാടകയിലും കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ ED പരിശോധന. കർണാടകയിൽ കോൺഗ്രസ് MLA-യും മലയാളിയുമായ NA ഹാരിസ് MLA-യുടെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. ബിറ്റ്കോയിൻ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. 17 കേന്ദ്രങ്ങളിൽ പരിശോധന തുടരുകയാണ്. തമിഴ്നാട് PCC അധ്യക്ഷൻ K. സെൽവപ്പെരുന്തകയുടെ വീട്ടിൽ ആദായനികുതി വകുപ്പ് റെയ്ഡ് തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിലെ റെയ്ഡ് ആസൂത്രിതമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. മറ്റു വാർത്തയിലേക്ക്. തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടിയിലും പാറമേക്കാവിലും മറ്റ് ഘടകക്ഷേത്രങ്ങളിലും പൂരം കൊടിയേറി. തിരുവമ്പാടിയിൽ രാവിലെ 11-നും 11:30-ക്കും ഇടയ്ക്കും പാറമേക്കാവിൽ 11:30-നുമാണ് പൂരം കൊടിയേറിയത്. കൊടിയേറ്റത്തോട് അനുബന്ധിച്ച് വിവിധ പൂജകളും നടന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് പൂരം പുറപ്പാട് നായ്ക്കാനിലെത്തും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. തുടർന്ന് നായ്ക്കാനാലിലെ ചെറിയ ആൽമരത്തിലും നടുവിലാലിലും തിരുവമ്പാടിയുടെ പൂരപ്പതാകകൾ ഉയരും. 26-നാണ് തൃശൂർ പൂരം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആനച്ചമയ പ്രദർശനത്തിന് 24-ന് തുടക്കമാകും. 24 രാത്രി 7-നാണ് സാമ്പിൾ വെടിക്കെട്ട്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേരള പുലയർ മഹാസഭ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ആരംഭിച്ച മാർച്ച് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. പിന്നാലെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അഞ്ചരക്കണ്ടിയിൽ നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നെട്ടയത്ത് ഇന്നലെ രാത്രി നടന്ന സംഘർഷം രാഷ്ട്രീയ സംഘർഷമല്ലെന്ന് പ്രദേശവാസികൾ. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിലെത്തിച്ചത്. സംഘർഷത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തു. സാരംഗ് സുധാകരന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം മലമുകളിലുണ്ടായ സംഘർഷം ഇപ്പോഴും ഇവിടെ പോലീസും മറ്റും തുടരുകയാണ്. ക്രമസമാധാന നില ഇപ്പോൾ പഴയ രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് വന്ന അതായത് ഒരു രാഷ്ട്രീയ സംഘർഷം എന്ന രീതിയിലായിരുന്നു തുടക്കത്തിലടക്കം വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അതിൽ മർദ്ദനമേറ്റ വ്യക്തിയും ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ രീതിയിലേക്ക് മാറിയത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ ഉള്ളത് സുനിലിൻ്റെ വീട്ടിലാണ്. സുനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എങ്ങനെയാണ്? പ്രശ്നങ്ങളുടെ തുടക്കം രാവിലെ ഒരു 10:30 ആയപ്പോൾ സ്റ്റേഷനിൽ നിന്ന് തന്നെ സാർ വിളിച്ചിട്ട് സ്റ്റേഷനിൽ ഹാജരാകാനാണ് പറഞ്ഞത്. ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. രഞ്ജിനി എന്ന പുള്ളിക്കാരി പരാതി തന്നിട്ടുണ്ട്. നഗ്നതാ പ്രദർശനം പിന്നെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന എന്നുള്ള രീതിക്കാണ് പരാതി കൊടുത്തിരുന്നത്. അതിൽ രഞ്ജിനി എന്ന് പറയുന്നത് ബിനു എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഭാര്യയാണ് പരാതി കൊണ്ട് കൊടുത്തത്. ഈ പരാതിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയ സമയത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ആ സമയത്ത് അവർ വന്നിട്ടില്ല, പരാതിക്കാർ വന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് വന്നാൽ മതി, തിരികെ വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ വീടെത്തുന്നതിന് മുന്നേ എന്നെ സംഘം ചേർന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്. ബിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. ബിനു എന്ന പുള്ളിക്കാരനാണ് അടിച്ചത്. എൻ്റെ ഈ ചെവിയുടെ ഇവിടെ ഇപ്പോഴും വ്യത്യാസമുണ്ട്, 2 ചെവിയും തമ്മിൽ വ്യത്യാസമുണ്ട്, സൗണ്ട് കേൾക്കുന്നത് കാര്യങ്ങൾ. പിന്നെ മൂക്കിൽ കൂടെയൊക്കെ ബ്ലഡൊക്കെ വന്നായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി.
ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ മലമുകളിൽ വന്ന സമയത്താണ് അവിടെ അതായത് ഞാൻ ഒരു പാർട്ടിയിൽ ഇല്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരെല്ലാം കൂടി ചേർന്നു, എല്ലാവരും കൂടി ചേർന്നിട്ട് BJP പ്രവർത്തകർ ഇവിടെ ഉള്ള ആൾക്കാരെ അല്ല, നമ്മുടെ മലമുകളിലുള്ള ആൾക്കാരെ അല്ല വന്നത്, വേറെ സ്ഥലത്തു നിന്നൊക്കെയാണ് വന്നത്. നമ്മൾ ഇവിടെ അങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല, ഞാൻ ഒരു പാർട്ടിയിലും ഉള്ള മെമ്പറല്ല. അങ്ങനെയാണ് ആ സംഘർഷം ഉണ്ടായത്. ഈ ബിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്നെ മുമ്പും ടോർച്ചറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് എൻ്റെ കല്യാണമൊന്നും നടത്തിക്കില്ല, നിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, എൻ്റെ അടുത്ത് പോയി തൂങ്ങിത്തേവനൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. പണ്ടേ ഇത് പുള്ളിക്ക് പണ്ടേ ഒരു വയലൻസ് സ്വഭാവമാണ് ഉള്ളത്. ഈ നാട്ടുകാർക്ക് ആരെടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും. അവനെ ആർക്കും ഇവിടെ അങ്ങനെ കണ്ടുവിടുക. കുറേ കാലമായിട്ടുള്ള കുറേ ഫാമിലി പരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ ടോർച്ചർ ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കുടുംബമാണ് ഫാമിലി ആയിരുന്നു, ഒരു ഇതായിരുന്നു, നമ്മൾ ബന്ധുക്കളായിരുന്നു. ആ ഒരു സമയത്തെ നമ്മളെയൊന്നും കണ്ടുവിടാതെയൊക്കെ വന്നു. ആദ്യമൊക്കെ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ നമ്മളെയൊന്നും കണ്ടുവിടാതെ വന്നു. ആ ഒരു രീതിക്ക് ഒരു വീടും കാര്യങ്ങളൊക്കെ വെച്ച സമയത്ത് പിന്നെ അവർ വലിയ ആൾക്കാരായിപ്പോയി. നമ്മളെയൊന്നും കണ്ടുവിടാതെ വന്നു. എൻ്റെ കല്യാണമൊക്കെ മുടക്കുമെന്ന് പറഞ്ഞു, എന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. എനിക്ക് അന്നോട്ടേ ഭീഷണിയാണ് കാര്യങ്ങളാണ്. പിന്നെ നമ്മളിതൊന്നും സാരമാക്കാതെ നമ്മളങ്ങ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നും എനിക്ക് ഭീഷണിയും കാര്യങ്ങളുമാണ്. ഈ പുള്ളി മുഖാന്തരം എനിക്കും എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ബിനു എന്ന് പറഞ്ഞ പുള്ളിക്കായിരിക്കും. ആ പുള്ളി ഒരു സൈക്കോ ആണ്, ഒരു മെൻ്റൽ ഒരു ഇതാണ് അവന്. ഇന്നലെ രാത്രി ഉണ്ടായ ഒരു കൂട്ടാടി ഉണ്ടല്ലോ, നാട്ടുകാരും BJP പ്രവർത്തകരടക്കം ഉണ്ടായിരുന്നു. അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാർട്ടിയിലും മെമ്പറല്ല. ഇവിടെ ഉള്ള ആൾക്കാർ, നമ്മുടെ നാട്ടുകാർ കൂടെ നിന്നു. ഇവിടെ ഉള്ള ആൾക്കാരല്ലാതെ പുറത്തുനിന്ന് ആൾ വന്നതുകൊണ്ട് നമ്മളിവിടെ നാട്ടുകാർ സംഘടിച്ച് അങ്ങനെ നിന്നതാണ്. പിന്നെ അവരിന്ന് പ്രകോപനം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് പ്രകോപനം ഉണ്ടായി. പോലീസ് കേസെടുത്തിട്ടുണ്ട്, 2 പേർക്കും എതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇതിൽ ഒട്ടും രാഷ്ട്രീയമില്ല, അതായത് വാർത്തകൾ പലതും രാഷ്ട്രീയം. ഇത് രാഷ്ട്രീയമല്ല, ഞാൻ ഒന്നുകൂടി പറയാം, ഇത് രാഷ്ട്രീയ കാര്യം പ്രശ്നമായി. ഇത് നമ്മളെ കുടുംബ പ്രശ്നമായിട്ടുള്ളതിന് ഞാനല്ല, ആ പുള്ളി രാഷ്ട്രീയവൽക്കരിച്ചതാണ്. ആ പുള്ളി BJP പ്രവർത്തകനായതുകൊണ്ട് ആ പുള്ളി രാഷ്ട്രീയവൽക്കരിച്ചതാണ്. ഞാൻ ഒരു രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയല്ല. നാട്ടുകാരാണ് സംഘടിച്ചത്, രാഷ്ട്രീയത്തിൻ്റെതായ അല്ല ഇത്. അത്തരത്തിലാണ് ഈ ഒരു 2 വ്യക്തികൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിനാലും കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ, അതായത് രാഷ്ട്രീയ സംഘർഷമല്ല എന്നാണ് ഇപ്പോൾ പ്രതികരണത്തിൽ തന്നെ വ്യക്തമായിരിക്കുന്നത്. ഇപ്പോഴും പോലീസ് ഇവിടെ തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തി അതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. മൂവാറ്റുപുഴ വള്ളിക്കടവ് പുഴയിൽ കാണാതായ 2 വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. പരീക്ക പീഡിക ബിനുവിന്റെ മകൻ ക്രിസ്, വെട്ടിക്കാട്ടുകൂടി സന്തോഷിന്റെ മകൻ അശ്വിൻ എന്നിവരെയാണ് ഇന്നലെ വൈകിട്ട് പുഴയിൽ കാണാതായത്. ഇരുവരും അടങ്ങുന്ന വിദ്യാർത്ഥി സംഘം ജലനിരപ്പ് കുറഞ്ഞ പുഴയിലൂടെ മറുകരയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴ ആവോലി വള്ളക്കടവ് പുഴക്കടവിൽ പുഴ കുറുകെ കടക്കുന്നതിനിടയിൽ 2 വിദ്യാർത്ഥികളെയാണ് ഇന്നലെ കാണാതായത്. ആ പുഴ താരതമ്യേന ആഴം കുറഞ്ഞ പുഴയുടെ ഭാഗത്തുകൂടി, ജലനിരപ്പ് കുറഞ്ഞ ഭാഗത്തുകൂടി മുന്നോട്ട് കടക്കുന്നതിനിടെയാണ് ഈ വിദ്യാർത്ഥി സംഘം തന്നെയുണ്ടായിരുന്നു അപകടത്തിൽപ്പെടുന്നത്. ഇതിൽ അപകടത്തിൽപ്പെട്ട 2 പേരുടെ അശ്വിനും അതോടൊപ്പം തന്നെ ക്രിസും, ഈ 2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ രാത്രി വൈകിയും തുടരുകയായിരുന്നു. എന്നാൽ അത് കുട്ടികളെ കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ആ 2 പേരുടെയും മൃതദേഹങ്ങൾ തിരച്ചിൽ കണ്ടെത്തുന്നത്. ഇവർക്കൊപ്പം മറ്റ് വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ ഇവർ അപകടത്തിൽപ്പെടുന്നത്, ഈ മണൽ ചൂഴിലേക്കടക്കം വീഴുന്നത് കണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ നിരവധി ആളുകളുമുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം തന്നെ തിരച്ചിൽ വിഫലമാവുകയായിരുന്നു. ഇന്നലെ രാത്രി വൈകിയും വളരെ വലിയൊരു പ്രദേശത്തടക്കം ഈ ഒരു തിരച്ചിൽ തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു. പക്ഷേ യാതൊരു ഫലവും കണ്ടെത്തിയില്ല. തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 പേരും വിദ്യാർത്ഥികളാണ്. ഇവരടങ്ങുന്ന ഒരു സംഘം, വിദ്യാർത്ഥി സംഘം ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഈ വേനൽക്കാലമായതോടെയെല്ലാമാണ് ഇത്തരം ഈ ആഴം കുറഞ്ഞ പുഴയിലേക്കും മറ്റും കുട്ടികൾ എത്തുന്നത്. അവർക്ക് നടന്നു പോകാനുള്ള രീതിയിലുള്ള വെള്ളമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തൊടുപുഴയാറ് സംഗമിക്കുന്നവരിടത്ത് അവിടെ കുത്തനെയുള്ള ഒരു ഒഴുക്ക നിറഞ്ഞൊരു പ്രദേശമുണ്ട്. പരിചയക്കുറവെല്ലാം കൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ അവിടെ ഒഴുക്കിൽപ്പെടുന്നത്. ആദ്യം ഒരു കുട്ടിയെ, നീന്തലറിയാത്തൊരു കുട്ടി ഒഴുക്കിൽപ്പെട്ടു. ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് മറ്റു 2 പേരും ഈ അപകടത്തിലേക്ക് പെടുന്നതെന്നാണ് അവിടെ നിന്ന് ലഭ്യമാവുന്ന വിവരം. 2 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്.
കൊച്ചിയിൽ 2 വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ ഒരു മരണം. പാലാരിവട്ടം ബൈപ്പാസ് റോഡിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. പനങ്ങാട് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത്. കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലകുത്തനെ മറിഞ്ഞ കാർ പോസ്റ്റും ഇടിച്ച് തെറിപ്പിച്ചു. കാറിലുണ്ടായിരുന്നവർക്കും പരിക്കുണ്ട്. രാവിലെ 10 മണിയോടുകൂടിയാണ് കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിന് സമീപത്ത് വെച്ച് അമിത വേഗതയിലെത്തിയ കാർ പോസ്റ്റിലിടിച്ച് വഴിയാത്രക്കാരനെയും ഇടിച്ചു തെറിപ്പിച്ച് മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. ഇത് എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ഉറങ്ങിപ്പോയതാണോ യാത്രക്കാരൻ, ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാനുള്ളൊരു സാധ്യതയാണ് പോലീസും കണക്കാക്കുന്നത്. ഇവരും രാവിലെ ആശുപത്രിയിൽ നിന്നും വരുന്ന വഴിയിലാണ് ഇത്രയും വലിയൊരു അപകടമുണ്ടായത്. ഈ ഓഫീസിലേക്ക് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഈ വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചത്. അയാളുടെ ഓഫീസിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഈ അപകടമുണ്ടായത്. തിരുവനന്തപുരം സ്വദേശിയായ പ്രദീപ് ബാലകൃഷ്ണനാണ് അപകടം സംഭവിച്ചത്. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. കാറ് നിയന്ത്രണം വിട്ട് നേരെ വന്ന് ഈ പോസ്റ്റിലിടിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റും ഇദ്ദേഹമായിട്ട് ജാമായി. അപ്പോൾ തലക്ക് ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. പ്രദീപ് ബാലകൃഷ്ണൻ എന്നാണ് പേര്. ഇവിടെ അന്വേഷിച്ചു പറഞ്ഞത്. അപ്പോൾ അവരുടെ ഇവിടുത്തെ സ്റ്റാഫും മാനേജ്മെൻറ്റും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. കാറിലുള്ളവർക്ക് ഇല്ല, അവർക്ക് നിസ്സാര പരിക്കുകയുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് അമിത വേഗത, ഉറങ്ങിപ്പോയതാണ് എന്താണെന്ന് അറിയത്തില്ല. കാർ നിയന്ത്രണം വിട്ടതാണോ, ഉറങ്ങിപ്പോയതാണോ മറ്റാണെന്നുള്ള അറിയത്തില്ല. അവരും ആശുപത്രിയിൽ നിന്ന് വരുന്നവർ. അതെ, അവരെ MAJ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരുന്ന വഴിയാണ്, ഫാമിലിയാണ്. എന്തായാലും കാറ് ഓവർ സ്പീഡായിരുന്നു, അമിത നിയന്ത്രണം വിട്ടതാണ്. ഈ വാഹനത്ത് മുൻപും അമിത വേഗതയിൽ എത്തിയതിനെ തുടർന്ന് പിഴ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത്? മുൻപും നിയമം ലംഘിച്ചിട്ടുള്ള ഒരു വാഹനമാണ്. ഇപ്പോഴും അമിത വേഗതയിൽ എത്തിയത് തന്നെയാണ് അപകട കാരണം എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കുന്നത്. മറ്റൊരു അപകടമുണ്ടായത് ഇന്ന് പാലാരിവട്ടത്താണ്. ടോറസ് ലോറി ഇടിച്ച് 2 വീലർ യാത്രക്കാരിയായിട്ടുള്ള പനങ്ങാട് സ്വദേശി സിന്ധു മരിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ കൊച്ചിയിൽ ഇന്ന് 2 അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിലൊരു യാത്രക്കാരന് ഗുരുതരമായി പരിക്കേൽക്കുകയും മറ്റൊന്ന് യാത്രക്കാരി മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവം തന്നെയാണ് കൊച്ചി നഗരത്തിൽ 2 ഇടങ്ങളിലായി സംഭവിച്ചിരിക്കുന്നത്. വാൽപ്പാറ ദുരന്തത്തിന്റെ മരവിപ്പിലാണ് പാങ് GLP സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും. മാനസികാഘാതത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാൻ കൗൺസിലിംഗ് തുടരുന്നതിനൊപ്പം മറ്റു പദ്ധതികളും ആലോചിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. അടുത്ത അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം ജില്ലാതല ഉദ്ഘാടനം ഇവിടെ നടത്താനാണ് ആലോചന. സമാനതകളില്ലാത്തൊരു ദുരന്തത്തെയാണ് പാങ് GLPS അഭിമുഖീകരിക്കുന്നത്. ഈ സ്കൂളിലെ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നത് വലിയ ഒരു പ്രയത്നം വേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അത് വലിയ ഉത്തരവാദിത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിന് പ്രതിനിധിയായിട്ടുള്ള പരീക്ഷാഭവനിൽ നിന്നുള്ള ഗിരീഷ് ചോലയിൽ ഡോക്ടർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ചേരുന്നു. ഒരു സമാനതകളില്ലാത്ത ദുരന്തമാണ് നമ്മൾ പറഞ്ഞല്ലോ. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രതിസന്ധി മറികടക്കുന്നത്? ഇത് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ഒരു വലിയ ദുരന്തമാണ് നമ്മുടെ സ്കൂളിന് ഉണ്ടായിട്ടുള്ളത്. അതിൽ അധ്യാപകർ അവരുടെ പോസ്റ്റിംഗ് ആണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അധ്യാപകരെ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവർ അധികം താമസിയാതെ തന്നെ അവർ അധ്യാപകരുടെ പോസ്റ്റിംഗ് നടത്തും. ഹെഡ് മാസ്റ്ററുടെ ഒരു ചുമതല തൽക്കാലം നമുക്ക് UP സ്കൂളിലൊക്കെ അധ്യാപകർ നൽകിയിട്ടുണ്ട്. ഹെഡ് മാസ്റ്ററുടെ പോസ്റ്റിംഗ് നടത്തിക്കൊണ്ട് അധ്യാപകരുടെ ഒരു കുറവ് ഇവിടെ പരിഹരിക്കും. പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ, അതേപോലെ ഇവിടുന്ന് പഠനം പൂർത്തീകരിച്ച് പോയ മറ്റു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഇത് സംഭവിച്ചിട്ടുള്ള വീട്ടിലെ കുട്ടികൾ, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ മാനസിക ഒരു ധൈര്യം, ഒരു നിലയൊന്ന് ഉയർത്തിക്കൊണ്ടിരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്. അതിന് വേണ്ടുന്ന എല്ലാ പ്ലാനിങ്ങും നിലവിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൽ ബഹുമാനപ്പെട്ട കളക്ടർ ലീഡർഷിപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പഞ്ചായത്തിലെ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ മോഡിഫൈ ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ ഒരു ജൂണിൽ അടുത്ത ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു പ്ലാനിങ്, ഒരു എസ്റ്റിമേഷനൊക്കെ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രീതിയിലും ഇതെല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തിയിട്ട് ഒരു നല്ല രീതിയിൽ ഒരു തുടക്കം ജൂണിൽ ഈ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ നമ്മൾ മാനസികമായിട്ട് അവരെ തയ്യാറാക്കും. വലിയൊരു പ്രയത്നമാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ കൗൺസിലിംഗ് കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കൾക്ക് നൽകേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളതായി തോന്നുന്നുണ്ടോ? രക്ഷിതാക്കളെക്കാൾ കൂടുതൽ നമ്മൾ കുട്ടികൾക്ക് തന്നെയാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത്. പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം. അപ്പോൾ എന്താണ് അവർ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാനുള്ള ഒരു
കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രവേശനോത്സവം ജില്ലാ പ്രവേശനോത്സവം ഇവിടേക്ക് നടത്തുമ്പോൾ അത് ഒരു നമ്മൾ തീരുമാനമാക്കാം. കാരണം അതിനുള്ള കൂടിയാലോചന നടക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു പ്രധാനാധ്യാപകൻ്റെ ചുമതല വന്നു ചേർന്നിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു സംഭവമാണല്ലോ. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ആലോചനകളെല്ലാം? സ്ഥാപനത്തിനെ കുറിച്ച് എനിക്ക് ഏറ്റവും തൊട്ടടുത്ത സ്ഥാപനം എന്നുള്ള നിലക്കും നല്ല ബന്ധമുള്ള ഒരു സ്ഥാപനമാണ്. ഈ നാട്ടുകാരനാണ്, അതുകൊണ്ട് എല്ലാവരും നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാരുടെ നല്ല സഹകരണം ഈ അവസരത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ശ്രമം നടത്തി വരുന്നുണ്ട്. എന്താണെങ്കിലും തളരുകയല്ല, മറിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് അവരുടെ ഓർമ്മകളിൽ ഇവിടെ ചെയ്യുന്നത്. ആ ടീച്ചറുടെ സങ്കല്പത്തിലുണ്ടായിരുന്നതുപോലെ ഈ സ്കൂളിനെ മാറ്റിയെടുക്കുക എന്നൊരു വലിയ ലക്ഷ്യമുണ്ട്. ഒപ്പം തന്നെ കുട്ടികളെ ചേർത്ത് പിടിച്ച് കഴിയുമെങ്കിൽ ഈ വർഷത്തെ ജില്ലാ പ്രവേശനോത്സവം ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് കുട്ടികൾക്ക് പുതിയ ഒരു തുടക്കം നൽകുവാൻ തന്നെയാണ് ഇവിടെ ആലോചനകൾ പുരോഗമിക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. എറണാകുളം കാലടിയിൽ റെയിൽവേ പാളത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ പെൺകുട്ടി മരിച്ചു. ഇളമ്പകപ്പള്ളി സ്വദേശി അഞ്ജന ബിജുവാണ് മരിച്ചത്. മൃതദേഹം ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അന്തരിച്ച മിമിക്രി കലാകാരൻ അരുൺ വെഞ്ഞാറുമൂടിന്റെ ഓർമ്മ പുതുക്കി സംവാദ കൂട്ടായ്മ. സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പാവപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായവും പ്രമുഖ വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു. ചടങ്ങിൽ NK കിഷോർ അധ്യക്ഷനായിരുന്നു. സർഗോ വിജയരാജ് ആയിരുന്നു മുഖ്യ അതിഥി. തൃശൂർ വെളുത്തൂരിൽ യുവാക്കൾ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് കുത്തേറ്റു. പടിഞ്ഞാറേക്കോട്ട സ്വദേശി ഡെൽജോയ്ക്കാണ് കുത്തേറ്റത്. സംഭവത്തിൽ ഇനോസ്, ആദിത്യൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. രാത്രി 7:30 സംഭവം. കുത്തേറ്റയാളെ വളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം പച്ചാളത്ത് യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പച്ചാളം സ്വദേശി ആൽ ജൂഡാണ് മരിച്ചത്. സിനോഷ് എന്ന ആളുടെ വീട്ടിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്ന് സംശയിക്കുന്നു. മദ്യപിച്ചുകൊണ്ട് ഇരിക്കുകയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ ഒരു വിശദീകരണം. ഇതിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ഷിനോജിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്ന വിശദീകരണവും അത് തന്നെയാണ്. ഇവിടെ ഈ അൽജൂഡിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കെട്ടിടമാണിത്. ഇതിൻ്റെ താഴെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു. അതിന് മുകളിലായിരുന്നു ഈ മദ്യപാനവും കാര്യങ്ങളും നടന്നിരുന്നത്. ഈ അൽജൂഡാണെങ്കിലും മരണപ്പെട്ട അൽജൂഡാണെങ്കിലും അതോടൊപ്പം തന്നെ ഷിനോജ് ആണെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നാണ് പോലീസും അതോടൊപ്പം തന്നെ സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളും പറയുന്നത്. തൊട്ടടുത്ത വീടുകളിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, അവരനുമതിയില്ലാതെ വീടിനകത്ത് കയറുക, വീട്ടിലുള്ള മറ്റു വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോഷ്ടിക്കുക, ഇതെല്ലാം തന്നെ ഇവരുടെ ശീലങ്ങളിൽപ്പെട്ടതായിരുന്നു. പലരോടും ഈ സമീപവാസികളോട് വഴക്കടിക്കുന്ന രീതിയിലുള്ളവരാണ് രണ്ടുപേരും എന്ന് പറയുന്നത്. ഈ വീടിന് മുകളിലിരുന്ന് മദ്യപിക്കുന്ന ശീലങ്ങൾ ഇവരുടെ ഒരു പതിവ് സ്വഭാവമാണ്. അതോടൊപ്പം തന്നെ വഴക്കുണ്ടാക്കുക, ബഹളമുണ്ടാക്കുക, ഇതെല്ലാം തന്നെയാണ് പലപ്പോഴായും ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു കഴിഞ്ഞ ദിവസത്തെ വഴക്കിൻ്റെ അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നത്. രണ്ടുപേരും തമ്മിലുണ്ടായ തർക്കമാണ്. ഷിനോജ് അവിടെ ഉണ്ടായിരുന്ന ഫ്രൈയിങ് പാൻ ഉപയോഗിച്ചുകൊണ്ട് അൽജൂഡിൻ്റെ തലക്കടിക്കുകയായിരുന്നു. ഇയാൾ തൽക്ഷണം മരിച്ചു എന്നതാണ് പോലീസ് പറയുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഈ ഷിനോജ് മദ്യലഹരിയിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ ഈ കാര്യങ്ങൾ പോലീസിനോട് പറയുകയും ചെയ്തു. സ്ഥലത്തെത്തിയ ജനപ്രതിനിധികൾ TJ വിനോദ് MLA അതോടൊപ്പം തന്നെ കൗൺസിലർ ആൽബർട്ട് അമ്പലത്തിങ്കിൽ ഇവർ പറഞ്ഞത് ഈ സമീപവാസികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്ന രണ്ടുപേർ തന്നെയാണ് അവർ. അതുകൊണ്ട് പോലീസ് മറ്റ് നടപടികൾ പുരോഗമിക്കുന്നു. ഇതിൽ ഒരാൾ കൂടി ഇനി പിടിയിലാകാനുണ്ട്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നതാണ് അവർ പറയുന്നത്. പുള്ളി മദ്യപിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ്. ശല്യം എന്ന വീടുകളിൽ കയറിയിട്ട് ചെറിയ മോഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തിയാണ്. കൊലപാതകം നടത്തിയാണ് ചെറിയ മാങ്ങോരക്കലും അങ്ങനത്തെ ഒരു ഇതൊക്കെ. പോലീസ് അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികളെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പ്രതികളെ പിടിച്ചിട്ടുണ്ട്.
അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും കാര്യങ്ങളും ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിയിലേക്കാണ്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെയും പിടിച്ച് കസ്റ്റഡിയിൽ. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് ഒന്നുകൂടി അന്വേഷണം ശക്തമാക്കുന്നുണ്ട്. കാരണം കൂടുതൽ ആളുകൾ ഇതിലുണ്ടോ, ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ ഒരു പരിശോധനയിലേക്ക് പോകുന്നത്. മാത്രമല്ല ഈ ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്ന ഈ ഒരു പരിസരവും പ്രദേശവും വടുതല, പച്ചാളം മേഖലകളിലെല്ലാം തന്നെ മയക്കുമരുന്ന് തുടങ്ങിയ ഒരു വിതരണം നടത്തുന്നവർ പലരും തന്നെ വ്യാപൃതരാണ് എന്ന് പോലീസ് നേരത്തെയും തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ലഹരി ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചും പോലീസ് പരിശോധന നടത്തി വരികയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും. അമേരിക്കയെ ഞെട്ടിച്ച് വീണ്ടും വെടിവെപ്പ്. 8 കുട്ടികൾ കൊല്ലപ്പെട്ടു. ലൂസിയാനയിലെ ഷ്രവർപോർട്ടിലാണ് സംഭവം. 3 വീടുകളിലായി 1-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 7 കുട്ടികളുടെ പിതാവാണ് ഈ കുറ്റകൃത്യം നടത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് വിവരം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇതിപ്പോൾ അമേരിക്കയിലെ വെടിവെപ്പ്, തോക്ക് കൈവശം വെക്കൽ, അതിലൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് കുടുംബപരമായ ഒരു വിഷയമായി മാറുകയാണല്ലേ? തീർച്ചയായിട്ടും അമേരിക്കയിൽ എത്രയൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഈ തോക്കുകൾ കൈവശം വയ്ക്കുക, അതുപോലെ അതുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്നത്. അമേരിക്കയിൽ ഈ ഗൺ മാഫിയയുടെ പ്രവർത്തനം അത് അത്രത്തോളം സജീവം തന്നെയാണ്. ഈ തോക്ക് നിർമ്മാതാക്കൾ, അതുപോലെ തന്നെ ഈ തോക്ക് വിതരണം ചെയ്യുന്ന നിരവധി ഏജൻസികൾ, ഇവർക്ക് ഭരണകേന്ദ്രങ്ങളിലടക്കം പ്രത്യേക പിടിയുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ തോക്കുകളുടെ ഒരു വിതരണം, അതുപോലെ തന്നെ അതിൻ്റെ വിൽപ്പന, അത് കൈവശം വയ്ക്കാവുന്ന പ്രായം, ഇതൊന്നും തന്നെ അവിടെ അത്രത്തോളം എത്ര നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പലപ്പോഴും കഴിയാറില്ല. ഇപ്പോൾ ഈ ഒരു കുറ്റകൃത്യം തന്നെ ഉദാഹരണമായി എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഷമർ എൽക്കിൻസ് എന്ന് പറയുന്ന 31-കാരൻ, ഇയാളൊരു മുൻ സൈനികനാണ്. ഇയാൾ സമാനമായിട്ടുള്ള ഇതേ കുറ്റകൃത്യം നേരത്തെയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതിലെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ഈ കുട്ടികളെ ഇയാൾ ഒരു കുടുംബ പ്രശ്നം കാരണമാണ് ഈ കൊലപാതകത്തിൽ ഏർപ്പെട്ടത്. ഇയാൾ തൻ്റെ മക്കളെ കൊലപ്പെടുത്താൻ വേണ്ടി ഇതിനു മുൻപേയും ശ്രമം നടത്തിയിരുന്നു. അന്ന് പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടുപോയി കേസെടുക്കുകയും അതുപോലെ തന്നെ അന്ന് ജാമ്യത്തിലടക്കമാണ് വിട്ടയച്ചത്. അന്ന് വാണിംഗ് ഉൾപ്പെടെ കൊടുത്തിരുന്നു. എന്നാൽ ഇയാളുടെ കയ്യിൽ നിന്ന് ഈ തോക്ക് പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ തോക്ക് ഇയാൾക്ക് ലഭിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നടപ്പിലാക്കിയില്ല. അന്ന് അങ്ങനത്തെ മുന്നറിയിപ്പുകളെല്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള കൊലപാതകം അരങ്ങേറില്ലായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ലൂസിയാനയിലാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം അരങ്ങേറിയത്. 3 വീടുകളിലായിട്ടാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. അതായത് ഈ കുറ്റവാളിയായിട്ടുള്ള ഷമർ എൽക്കിൻസ് എന്ന് പറയുന്ന 31-കാരൻ, ഇയാൾക്ക് ഭാര്യയുമായി ചില അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു, ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് കാരണം ഇയാൾ നേരത്തെ തന്നെ കുട്ടികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെത്തിയാണ് ഇയാൾ വെടിയുതിർത്തത്. അന്ന് കേസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. ഇയാൾക്ക് ഈ കുട്ടികളെ കൊലപ്പെടുത്താനുള്ള പ്രവണത ഇയാൾക്കുള്ളതിനാൽ തന്നെ ഭാര്യ ഈ കുട്ടികളെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിരുന്നു. മറ്റൊരു സ്ത്രീയുടെ സംരക്ഷണയിലായിരുന്നു ഈ കുട്ടികൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇയാൾ ഭാര്യയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കുകയും ഇവരുടെ തലയ്ക്ക് വെടിയുതിർക്കുകയും ചെയ്തു. ഭാര്യ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. തുടർന്ന് മറ്റ് 2 വീടുകളിൽ കൂടി ഇയാൾ കുട്ടികളെ അന്വേഷിച്ചെത്തി. തുടർന്ന് അവസാനം എത്തിയ വീട്ടിൽ ഇയാൾ കുട്ടികളെ കണ്ടെത്തുകയായിരുന്നു. അവിടെ ഈ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്തിരുന്ന സ്ത്രീയുടെ തലയ്ക്ക് നേരെയും ഇയാൾ വെടിയുതിർത്തു. ഈ സ്ത്രീയും നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. തുടർന്ന് ഇയാളുടെ 7 മക്കൾക്ക് നേരെയും തുരുതുര വെടിവെക്കുകയായിരുന്നു. 7 പേരും തൽക്ഷണം തന്നെ മരിച്ചു. ഈ സംരക്ഷണം ഏൽപ്പിച്ചിരുന്ന സ്ത്രീയുടെ ഒരു കുട്ടിക്ക് നേരെയും വെടിവെപ്പുണ്ടായി. ഈ കുട്ടിയാണ് മരിച്ച 8ാമത്തെ ആളെന്ന് പറയുന്നത്. മറ്റൊരു കുട്ടിക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടിയും ഈ സ്ത്രീയുടെ മകനായിരുന്നു. ഈ കുട്ടിയാണെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിൽ നിന്ന് ജനലിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടി. അങ്ങനെ ഈ കുട്ടിയുടെ 2 കാലും ഒടിഞ്ഞതായിട്ടും വിവരമുണ്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഈ വെടിവെപ്പിൽ നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. കോട്ടയം കുട്ടമ്പുഴയിൽ കാട്ടാന കൃഷിയിടത്തിൽ ചരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് സ്ഥലം ഉടമയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. വന്യമൃഗങ്ങൾ കൃഷിഭൂമിയിൽ ഉണ്ടാക്കുന്ന അപകടങ്ങളുടെ പേരിൽ കർഷകനെ ജയിലിലടയ്ക്കുന്നത് അനീതിയാണെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി.
കുട്ടമ്പുഴ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസാണ് നാട്ടുകാർ ഉപരോധിച്ചത്. കുട്ടമ്പുഴ പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ഉപരോധ സമരം കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബിയാണ് അധ്യക്ഷത വഹിച്ചത്. വളരെ അതിദാരുണമായ സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനത്തെ സ്ഥിതിയും മറിച്ചല്ല. ചെങ്കോട്ടയിലെ പ്രധാന ആകർഷണമായിരുന്നു കുണ്ടാർ ഡാം. അത് വറ്റിവരണ്ടിട്ട് മാസങ്ങളാകും. പുനലൂരിൽ 40 ഡിഗ്രിക്കടുത്താണ് ചൂട്. അതിർത്തി പ്രദേശമായ ചെങ്കോട്ടയിലും സ്ഥിതി വ്യത്യസ്തമല്ല. തമിഴ്നാടിന്റെ കാർഷിക മേഖലയ്ക്ക് കരുത്തായിരുന്ന കുണ്ടാർ ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഡാമിന്റെ പല ഭാഗങ്ങളും വരണ്ടു. പൂർണ്ണമായും വരണ്ടുണങ്ങി തറ വിണ്ടുകീറിയ അവസ്ഥയിലാണ്. സന്ദർശകരുമായി ബോട്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തുകൂടി ഇന്ന് നടന്നു നീങ്ങാം. ഡാമിന് മധ്യത്തിലായാണ് ബോട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികളും നിരാശരായി മടങ്ങുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കാവൂർ എന്ന സ്ഥലത്ത് നിന്ന് വരെയാണ് ഫാമിലിയായിട്ട് വന്നതാണ്. ഇവിടെ സാധാരണ ഡാം സൈറ്റിൽ വന്നാൽ ബോട്ടിങ്ങും കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ നാടിനേക്കാളും പരിതാപകരമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമുക്കിപ്പോൾ റിസർവെയറിൽ ഒരു തുള്ളി വെള്ളമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം നടക്കാനുള്ള രീതിയിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമുക്കാകെ നിരാശയായി. നാട്ടിലേക്കാളും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഈ രീതിയിൽ തുടർന്ന് പോവുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് പച്ചക്കറിയും മറ്റു സാധനങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കേരളത്തിലേക്ക് ഭാവിയിൽ ഇതൊന്നും എത്താത്തൊരു സാഹചര്യം ഉണ്ടാവുകയും കേരളത്തിലേക്ക് ആളുകൾക്ക് ഇത് പച്ചക്കറിയും മറ്റു കാര്യങ്ങളും കിട്ടുന്ന ഷോർട്ടേജും വില വർധനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് ആണ് എനിക്ക് ഒരു സംശയമുള്ളത്. 2 മാസം മുമ്പ് വരെ ജലസമൃദ്ധമായിരുന്ന കുണ്ടാർ ഡാമിൽ നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുകയും നിരവധി കച്ചവടക്കാർ ഉപജീവനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പ്രദേശത്ത് ഒരു കച്ചവട സ്ഥാപനം മാത്രമേ ഉള്ളൂ. ഡാമിന്റെ സ്ഥിതി അറിയാതെ സംഘമായി ഇവിടെ എത്തുന്നവർക്ക് ഏക ആശ്രയം കൂടിയാണ് ഈ കച്ചവട സ്ഥാപനം. ഡാമിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന നിരവധി കുടുംബങ്ങളാണ് സഞ്ചാരികൾ എത്താതായതോടെ ദുരിതത്തിലായത്. 2 மாதம் ஆச்சு, இங்கே தண்ணி இல்லை. அதுக்கு முன்னாடி ஆடி ஆவணி புரட்டாசி மாதம் ஐப்பசி கார்த்திகை மாதம் தர தண்ணி இருக்கும். மற்ற நேரம் தண்ணி கம்மி. அது தண்ணி இருந்தாக்கி வியாபாரிகள் நிறைய வருவாங்க. மற்ற நேரம் இப்போ வியாபாரிகள் கிடையாது. நான் மட்டும்தான் இருக்கேன். ரொம்ப மோசமாக இருக்குது வியாபாரங்க. வேறு என்ன செய்ய? நிறைய வியாபாரம் இருக்குமா? ஆமாம், தண்ணி இருக்கையில் 10-20 பேர் இருப்பாங்க வியாபாரிகள். இப்போ வந்து வியாபாரிகளே இல்லை. வியாபாரம் இல்லாததுனால நான் நம்ம ஆரத்துக்களை காத்துக்கிட்டு காவலுக்காக வேண்டி உட்காந்துருக்கேன். കുണ്ടാർ ഡാം ഇത്രയും വരണ്ടുണങ്ങുന്നത് ആദ്യമായെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വരൾച്ച കഠിനമായതോടെ കാർഷിക വൃത്തിയും താറുമാറായിരിക്കുകയാണ്. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. തൃണമൂൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് PV അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിലേക്ക്. ഇനി ഒരു ബന്ധവും ITCയുമായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ സംഘടനയായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടിയായി മാറുക എന്നതാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാതൽ. അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളെയും ജില്ലാ കമ്മിറ്റികളെ വിളിച്ചു ചേർത്ത് പുതിയ പാർട്ടിയുടെ പേരും നയരേഖയും ഒക്കെ ചർച്ചകൾ നടത്തി മെയ് 15-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനമായി സംസ്ഥാനത്തിന് പരമാവധി പരിഗണന നൽകുന്ന UDFിനോട് ഒപ്പം നിന്നുകൊണ്ട് ഈ പിണറായിസത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ വിവരം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുകയാണ്. ഇത്രയും കാലം ഞങ്ങൾക്ക് പിന്തുണ നൽകിയ ജനങ്ങൾ, ഇവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർ, ബഹുമാന്യരായ പത്രമാധ്യമ പ്രവർത്തകർ, എല്ലാവർക്കും ഈ അവസരത്തിൽ ഇത്രയും കാലം നിങ്ങൾ നൽകിയ സപ്പോർട്ടിനും
നിങ്ങൾ നൽകിയ സഹായങ്ങൾക്കും നന്ദി അറിയിക്കുക കൂടി ചെയ്യണം. UDF-മായി ചേർന്ന് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. കാരണം UDF-മായി ചേരാൻ കോൺഗ്രസ് ഇല്ലാത്തൊരു UDF ഇല്ലല്ലോ. കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ UDF-മായി പ്രവർത്തിക്കാൻ കഴിയില്ല. ആ ഒരു മതിലുണ്ടാക്കുന്ന പ്രതിസന്ധി അത് പരിഹരിക്കപ്പെടണം. കോഴിക്കോട് ആസ്റ്റർ മിംസിൽ പ്രത്യേക പീഡിയാട്രിക് ഹാർട്ട് ഫെയില്യൂർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഹൃദയ വൈകല്യങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ച ക്ലിനിക്കിൽ വിദഗ്ധ പരിശോധന ലഭ്യമാണ്. കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ചികിത്സയും മാനസിക പിന്തുണയും നൽകാനാണ് ക്ലിനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. We are delighted to announce the launch of this much needed specialized service. ഹവായി ഡോർസ് ആൻഡ് വിൻഡോസിന്റെ 34ാമത് ഷോറൂം മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഹവായി ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷനായി. 2030 ലോകമാകെ 250 ഷോറൂമുകളാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സന്ദർശകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് 50,000 രൂപ വില വരുന്ന സ്റ്റീൽ ഡോർ സമ്മാനമായി നൽകുന്നുണ്ട്. ഒപ്പം മറ്റ് പല ഓഫറുകളും നിലവിലുണ്ടെന്ന് ഹവായി ഗ്രൂപ്പ് അറിയിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,235, പവന് 1,13,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,755, പവന് 94,040. വെള്ളി ഗ്രാമിന് 275, കിലോയ്ക്ക് 2,70,75,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.